പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. MBYF എന്ന ആത്മീക കൂട്ടായ്മയിൽ ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ പറയുന്നു. ഈ വിശുദ്ധ പകലിൽ കർത്താവിനെ ആരാധിക്കാനുള്ള ഒരുക്കങ്ങളിലേക്കാണ് എല്ലാവരും ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇന്ന് പകൽ ഇങ്ങനെ ഒരു ലൈവിലേക്ക് വരാൻ കാരണം, ഇന്നലെ 1-ാം തീയതി, ഏപ്രിൽ മാസം 1-ാം തീയതി മാവേലിക്കര ബെർഷബ ബൈബിൾ കോളേജ്, ഞങ്ങൾ നടത്തുന്ന ബെർഷബ ബൈബിൾ കോളേജിൻ്റെ 47ാമത്തെ ഗ്രാജുവേഷൻ സർവീസ് ഇന്നലെ ഇവിടെ വെച്ച് നടക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായി MBYFൻ്റെ അഡ്മിനായിരിക്കുന്ന റെനി അഗസ്റ്റിൻ കടന്നു വരികയും ഞങ്ങളുടെ ബൈബിൾ കോളേജിന് ഒരു പ്രൊമോഷനായി MBYFൻ്റെ പേരിലുള്ളതായ ഒരു പാരിതോഷികം ഗ്രാജുവേറ്റ് ചെയ്തതായ ഏറ്റവും നല്ല ആത്മീക സ്റ്റുഡൻറ്റിന്, ആത്മീകമായി കഴിഞ്ഞ 2 വർഷം ഈ കോളേജിൽ പഠിച്ച, സ്പിരിച്വലി ഒരു ഹയർ ലെവലിൽ ജീവിക്കുന്ന ഒരു ആത്മീയ സ്റ്റുഡൻറ്റിന് ആ പാരിതോഷികം MBYFൻ്റെ വകയായിട്ട് നൽകുകയുണ്ടായി. അതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. MBYF ഞങ്ങളോടും ഞങ്ങളുടെ സ്ഥാപനത്തോടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും കാണിച്ച എല്ലാ സഹകരണത്തിനും, പ്രത്യേകിച്ച് റെനി ബ്രദർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നത്. റെനി ബ്രദറിനോടും തൻ്റെ കുടുംബത്തോടും MBYFലെ എല്ലാ അഡ്മിൻസിനോടും കുടുംബങ്ങളോടും ഈ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനോടും ആത്മാർത്ഥമായ ഹൃദയംഗമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ പ്രമോഷനുകൾക്ക് വളരെ നന്ദിയുണ്ട്. കർത്താവ് ഈ പ്രവർത്തനത്തെയും ഈ ഗ്രൂപ്പിനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒന്നിച്ചുള്ള ആത്മീക കൂട്ടായ്മകൾക്ക് കർത്താവ് അവസരങ്ങളെ വീണ്ടും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. MBYFൻ്റെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും കർത്താവ് ഈ പകലിൽ ഒരു ശുഭദിനം നൽകട്ടെ. നിങ്ങളുടെ പ്രതീക്ഷകൾക്കും നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം ഇന്ന് പകൽ നിങ്ങളോടുകൂടെ ചലിക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നു, വരണ്ട നിലത്ത് ഞാൻ നീരൊഴുക്കുകളെ പകരും, മരുഭൂമിയെ ഞാൻ ജലതടാകമാക്കി മാറ്റും. ഇന്നു പകലിൽ മരുഭൂമിയുടെ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു, ഒരിക്കലും ഒരു 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 തണുപ്പിൻ്റെ അനുഭവമില്ലാത്ത വരൾച്ചയുടെ, കഠിനമായ ചൂടിൻ്റെ, പ്രയാസത്തിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, എന്തെല്ലാം നിങ്ങൾക്കറിയാവുന്ന നിലവാരങ്ങളിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടും ഉയരാൻ കഴിയാതെ കിടക്കുന്ന എല്ലാ മേഖലകളെയും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൊടാൻ പോകുകയാണെന്ന് ദൈവാത്മാവ് എന്നോട് പറയുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവം തനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം അവനെ സ്തുതിക്കും, അവനെ മഹത്വപ്പെടുത്തും, അവനെ ആരാധിക്കും. ഈ വിശുദ്ധ പകലിൽ നാം എല്ലാവരും ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഞാനും ആരാധനയ്ക്ക് പോകാനായിട്ട് റെഡിയാകുന്നു. ഈ പകലിൽ കർത്താവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവൻ്റെ ജനമായ നാം അവനെ ഇന്ന് പകൽ ആരാധിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ പുതിയതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. മുൻപുള്ളതിനെ ഓർക്കേണ്ട, പണ്ടുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട, പഴയതിനെ വിട്ടുകള. ഞാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുന്നു, ഈ ലൈവ് നിങ്ങൾ ജോയിൻ ചെയ്ത് കേൾക്കാൻ ആരംഭിച്ച ഈ സെക്കൻഡ് വരെ, ഈ ആദ്യ നിമിഷം വരെ, നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ വരെ നിങ്ങൾ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളും, നിങ്ങളായിരുന്ന എല്ലാ അവസ്ഥകളും, നിങ്ങളായിരുന്ന എല്ലാ മേഖലകളെയും ഇന്നു പകൽ അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ ശക്തമായ ഒരു ജയം ഇന്നു പകൽ നിങ്ങൾക്ക് തരാൻ, എല്ലാ സാഹചര്യങ്ങളുടെ മുകളിലും ഒരത്ഭുതത്തെ ചെയ്യാൻ, അസാധ്യമെന്ന് നിങ്ങൾ ചിന്തിച്ച എല്ലാ മണ്ഡലങ്ങളിലും അസാധാരണമായ വഴികൾ
വഴികളെ തുറക്കാൻ, അത്ഭുതങ്ങളെ ചെയ്യാൻ യേശു മതിയായവനാണ്. ഇന്നു പകൽ പഴയതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, പഴയതിനെക്കുറിച്ച് കരയേണ്ട. ഇന്നു പകൽ സകലതും പുതുതാക്കാൻ കഴിവുള്ള യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ, മനസ്സിനെ, ഹൃദയത്തെ, ആത്മാവിനെ, ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് വലുത് പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ നന്മകൾക്ക് വേണ്ടി, വലിയ അനുഗ്രഹത്തിനു വേണ്ടി, വലിയ ജയത്തിനു വേണ്ടി ഇന്നു പകൽ കർത്താവിങ്കിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. ദൈവത്തോട് അടുത്തു ചെല്ലുവേൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. തിരുവെടുത്ത് പറയുന്നു, മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്ന്. അതിന്റെ അർത്ഥം നമുക്കൊരു പോരാട്ടം, ഒരു എതിർപ്പ് എന്നൊക്കെയുള്ള പദമാണ് നമുക്ക് അതിനകത്തുനിന്ന് ചിന്തിക്കാൻ കഴിയുന്നത്. എന്നാൽ അതിന്റെ ഒറിജിനൽ പരിഭാഷയിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാ: നീ പിശാചിന് എതിരാണെന്ന് അവന് മനസ്സിലായാൽ മതി, പിന്നെ അവൻ നിൽക്കില്ല, അവൻ നിന്റെ അരികിൽ നിന്ന് ഓടിപ്പോകും. അങ്ങനെയാണെങ്കിൽ ഇന്നു പകൽ ശത്രുവിനോട് എതിർക്കുവാൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കുവാൻ, സാത്താന്റെ കൂടെ അല്ല, പിശാചിന്റെ പക്ഷത്തല്ല നീ എന്ന് ഇന്നു പകൽ അവനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പകൽക്കാലമായി മാറട്ടെ. ഇതൊരു ജയമായി നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറകളിൽ, ശുശ്രൂഷകളിൽ, എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് ഇന്നു പകൽ സകലതും തിരുത്തി എഴുതുന്ന ഒരു ജയത്തിന്റെ പകലായി ഇത് മാറാൻ പോകുകയാണ്. കർത്താവിൽ ഞാൻ ഇന്നു പകൽ എന്നെ ലൈവായി ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യരായ അഭിഷക്തരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഈ പകലിൽ ഒരനുഗ്രഹിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും നന്മയുടെയും പകൽക്കാലമായി ഈ പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വേർതിരിക്കട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. MBYF ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ സ്ഥാപനത്തോട് ഒക്കെ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും, എല്ലാ സ്നേഹത്തിനും അകമഴിഞ്ഞ നന്ദി ഇന്ന് പകൽ ഞാൻ അറിയിക്കുന്നു. ബെർഷബ ബൈബിൾ കോളേജിന്റെ പേരിൽ ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. 16 കുഞ്ഞുങ്ങളാണ് ഓറീസയുടെ മണ്ണിൽ നിന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ 2 വർഷങ്ങളായി ദൈവവചനം പഠിക്കുന്നു. അതിൽ 8 പേർ അവരുടെ കോഴ്സ് പൂർത്തിയാക്കി. ഈ 8-ാം തീയതി ഇന്നലെ അവരുടെ ഗ്രാജുവേഷൻ ആയിരുന്നു. 8-ാം തീയതി അവർ തിരിച്ച് ഓറീസയിലേക്ക് പോവുകയാണ്. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓറീസയുടെ മണ്ണിൽ കർത്താവിന്റെ മഹത്വവുമായി, ദൈവത്തിന്റെ വലിയ പ്രവർത്തിക്കായി ആയിരക്കണക്കിന് ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് തിരിക്കാൻ, നീതിയിലേക്ക് തിരിക്കാൻ, നിത്യജീവനിലേക്ക് തിരിക്കാൻ ആ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കേണ്ടതിന് നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓറീസയിൽ കർത്താവ് അവരെ വലിയ അത്ഭുതമായി ഉപയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വൺസ് അഗൈൻ. ഗോഡ് ബ്ലെസ് യു.